അല്ല, അത് വേറെ. ഞങ്ങളെല്ലാവരും കൂടെ എങ്ങോട്ടെന്നല്ലേ, ഞങ്ങളെല്ലാവരും കൂടി കുടുംബ വീട്ടിലോട്ട് പോവാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുടുംബ വീടുള്ളത്. അവിടെ വന്നപ്പോൾ ഉണ്ട് ഇതേ ഒടിച്ചു കുത്തി നാരകത്തിലൊരു 4-5 നാരങ്ങ വന്ന് കിടക്കുന്നു. കാത്തിരുന്നുണ്ടായ നാരങ്ങയാണ്ട് എത്ര കണ്ടിട്ട് എനിക്കങ്ങോട്ട് മതിയാവുന്നില്ല. ഇനി വേറെ ഏതെങ്കിലും പൂവോ കായോ ഉണ്ടോ എന്ന് ഞാൻ ആ ചെടി മൊത്തം അരിച്ച് പെറുക്കി നോക്കി. അതെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി തോട്ടിപ്പോയി. എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെയൊക്കെ മൺപാതയായിരുന്നു. ഇപ്പോൾ ഇവിടെ നല്ല റോഡാക്കി. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കുളങ്ങളും തോടും ചെറിയ അരുവിയും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഒരുപാട് തോട്ടിൽ കുളിക്കുകയും മീൻ പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ഒരു തോട്ടിലും കുളിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാവരുടെ ബാത്റൂമിലെ വേസ്റ്റ് ഓവും കണക്ട് ചെയ്തേക്കുന്നത് കണ്ട ചാലിലും തോട്ടിലും അരുവിയിലും ഒക്കെയാണ്. ഇപ്പോൾ ഒന്ന് കാല് നനയ്ക്കാൻ കൂടി എല്ലായിടത്തും പേടിയാണ്. എന്തെല്ലാം അസുഖങ്ങൾ വരുമെന്ന് പേടിച്ചിട്ട്. എൻ്റെ മക്കൾക്കൊന്നും തോട്ടിൽ കുളിക്കാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. അവരൊക്കെ തോട്ടിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ എനിക്ക് പേടിയാണ്. എന്തൊക്കെ അസുഖങ്ങളാണ് ഇനി അതിൻ്റെ പേരിൽ വരാൻ പോണേന്ന്. ഇങ്ങനെ ഇപ്പോൾ ചെക്കന്മാർ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്താണ് ഞാൻ പണ്ട് നീന്തി കുളിച്ചില്ല, നീന്തൽ എനിക്കറിഞ്ഞൂടാ, നീന്താതെ കുളിച്ച തോടായിരുന്നു. ഇപ്പം അതൊരു ചെറിയ വെള്ളക്കെട്ട് മാത്രമായിട്ടുണ്ട്. എന്നാലും പഴയ ഓർമ്മകളെ പോലെ കുറച്ച് മാനത്ത് കണ്ണികളൊക്കെ അതിനകത്ത് തുപ്പൽ വിഴുങ്ങി മീനുകളെന്നൊക്കെ ഞങ്ങൾ പറയും. പണ്ടത്തെ ആ മീനുകളുടെയൊക്കെ ന്യൂജൻ വെർഷൻ അതിനകത്തുണ്ട്. ഞാനിങ്ങനെ മക്കളോട് പറഞ്ഞ് എടാ തുപ്പിയാൽ ഈ മീൻ വന്നിങ്ങനെ തിന്നുവെന്ന്. അതിനുശേഷം ഇവന്മാരാണെങ്കിൽ കാറി തുപ്പലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ വഴിയൊക്കെ മൺപാതയായിരുന്നെന്ന്. ഇതിലേക്കൂടി തോട് ഇങ്ങനെ കുതിച്ചൊഴുകുമായിരുന്നു. ഈ കല്ലിങ്കൊക്കെ അതിന് ശേഷം വന്നതായിരുന്നു. ഈ കല്ലിങ്ക് നിൽക്കുന്ന സ്ഥലത്തെ തോടിന് അത്യാവശ്യം വീതിയുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ കുളിക്കുകയും തുണി കഴുകുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിനെ എരപ്പുപാറ എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് വെള്ളം വന്ന് ദേ ഈ കാണുന്ന കുഴിയില്ലേ, ഇതിൽ കൂടി ഇങ്ങനെ കുതിച്ചൊഴുകുമ്പോൾ ഭയങ്കര എരപ്പാണ്. അങ്ങ് മേളിൽ മണ്ടയിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒച്ച കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് എരപ്പുപാറ എന്ന് പേര് വന്നത്. ഞാനും കുഞ്ഞമ്മയും കൂടെയൊക്കെ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വലിയ ബക്കറ്റിലും വലിയ ചരിവ്, അന്നൊക്കെ ബക്കറ്റ് കുറവാണ്, ചരിവും തൊട്ടിയൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ചരുവത്തിലും തൊട്ടിയിലൊക്കെ നിറയെ മീൻ പിടിച്ച് വയ്ക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അമ്മ തുണി കഴുകി തീരും. അപ്പോൾ ഈ ചരുവവും തൊട്ടി വേണമല്ലോ തിരിച്ച് തുണി കൊണ്ടുപോകാൻ. അപ്പോൾ ഈ പിടിച്ച മീനിനെല്ലാം തിരിച്ച് തോട്ടി തന്നെ ഇടും. അങ്ങനെ ഞാൻ കഥയെല്ലാം ഇവന്മാർക്ക് പറഞ്ഞു കൊടുത്ത്. ഇങ്ങനെ ഇവന്മാർ അത്ഭുതം കൊണ്ട് തോട്ടിൽ മീനൊക്കെ പിടിക്കാൻ പറ്റുമായിരുന്നു, അമ്മ മീനിനെ പിടിച്ചിട്ടുണ്ടോ, അങ്ങനെ ഭയങ്കര അത്ഭുത പരതന്ത്രണ്ടായി. ഞാനെന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണ് അവന്മാരെൻ്റെ കഥ കേട്ടോണ്ടിരുന്നത്. ഈ വോയിസ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ ഇളയ ആൾ ഈ ചുറ്റിനും നടന്ന് ഉള്ള ശബ്ദങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ പാറ കാണിക്കാൻ കൊണ്ടുപോയി. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് 2 വീട് അപ്പുറത്തുള്ള പാറയാണ്. ഇവിടെ നിന്നാൽ നമുക്ക് അസ്തമയമൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാമായിരുന്നു. ഇപ്പോൾ ഒരുപാട് റബ്ബർ മരങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ അസ്തമയവും ഒന്നും കാണാൻ നോക്കണില്ല. അവിടെ ഒരു വലിയ പുളിമരമുണ്ട്. ഈ പാറയ്ക്കൊരു വലിയ കഥ തന്നെ പറയാനുണ്ട്. അതിൻ്റെ ചരിത്രം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇവിടെ പറങ്കിമാവും പുളിയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അമ്മമാർക്ക് പുളിയൊക്കെ പറിച്ചു കൊടുത്ത് ഈ പാറയുടെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് കാണുമ്പോൾ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും കുഞ്ഞിൻ്റെ കൈ എന്ത് ചെയ്തതാണെന്ന്. അവൻ സ്റ്റെപ്പിൽ നിന്ന് ചാടിക്കളിച്ചപ്പോൾ കൈ ഫ്രാക്ചർ ആയതാണ്. അങ്ങനെ അനിയനും ചേട്ടനും കൂടി ആ പാറപ്പുറത്തിരുന്ന് പുളിയൊക്കെ തിന്നുവാണ്. ഞങ്ങൾക്ക് മുന്നേ ഓലയിട്ട വീടായിരുന്നു. ടെറസ് വീട് ആവുന്നതിന് മുന്നേ അമ്മുമ്മ അരി ഉണക്കൽ, മുളക് ഉണക്കൽ, മല്ലി ഉണക്കൽ, തുണി ഉണക്കൽ ഇതെല്ലാം ഈ പാറപ്പുറത്തായിരുന്നു. ഞങ്ങൾ മാത്രമല്ല മിക്ക ഫാമിലിയും ഉണക്കൽ പ്രക്രിയകളെല്ലാം നടത്തിയിരുന്നത് ഈ പാറയെ ആശ്രയിച്ചാണ്. ഇത് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീടും ആ പാറയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ആ പോസ്റ്റിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ വീടും, അപ്പുറത്ത് ആ പാറയും. ഇന്ന് ഇത്രയേ ഉള്ളൂ നാട്ടുവിശേഷം. പിന്നെ കാണാം. ബൈ ബൈ.